എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൗദി കുവൈറ്റ് ബോർഡറായ കഫ്ജിയിൽ നിന്നും അൽഖർജിലേക്ക് പോകുന്ന വീഡിയോ ആണ്. നേരത്തെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സൗദിയിൽ നിന്ന് എങ്ങനെ കുവൈറ്റ് ബോർഡറിലേക്ക് പോകാമെന്ന്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് ഈ ഒരു ഹോട്ടലിലായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത ദിവസം ഇവിടുന്ന് അൽഖർജിലേക്ക് പോവുകയാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല ഫുഡായിരുന്നു. നമുക്ക് ഒരു ലോങ് യാത്രയാണ് ഇനി ഉള്ളത്, അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു അവിടുത്തേത്. അങ്ങനെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അൽഖർജിലേക്ക് തിരിച്ചു പോവുകയാണ്. മൊത്തം കുവൈറ്റ് സിറ്റി അൽഖർജ് വരെ 700 കിലോമീറ്റർ 8.5 മണിക്കൂർ യാത്ര. അതായത് നമുക്ക് റിയാദ് വഴിയും പിന്നെ ദമാം വഴി റൂട്ടുണ്ട്. ദമാം വഴിയുള്ള റൂട്ട്, റിയാദ് വഴി റൂട്ട് 7 മണിക്കൂർ 607 കിലോമീറ്റർ. ദമാം വഴിയുള്ള റൂട്ട് 7 മണിക്കൂർ 16 മിനിറ്റ് 652. അപ്പൊ നമുക്ക് ഈ റൂട്ട് പോവാം. നമ്മൾ വന്നത് ആ റൂട്ടല്ലായിരുന്നു. അപ്പൊ നമുക്ക് ഈ റൂട്ടിലെ കാഴ്ചകൾ കാണാൻ ഇതിലേ പോയാലും എന്താ വേണ്ടേ? നമുക്ക് ഇതാ നമ്മള് ബോർഡറിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമുക്കൊരു ബോർഡ് ഉണ്ട് കണ്ടോ, റിയാദ് 671 കിലോമീറ്റർ ഉണ്ട്. കാണിച്ചിട്ടുണ്ട്. തിരിച്ചു പോകുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലാണെന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്യാമൽ മാർക്കറ്റും ഷീപ്പ് മാർക്കറ്റും ആണ്. പ്രാവിനെയും ഒക്കെ വിൽക്കാൻ വെച്ചേക്കാണ്. താറാവിനെയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. താറാവ്, കോഴി, പ്രാവ്, കോഴീനെയൊക്കെ വിൽക്കാൻ വെച്ചേക്കും. കല്ലുകളാന്ന് തോന്നുന്നു, മറ്റേ ലൈം സ്റ്റോൺ ആണോന്ന് അറിയത്തില്ല. അത് കുറേ കല്ലുകളും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. മൺകുടങ്ങൾ ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്ത് അതെനിക്കുന്ന ഒട്ടകത്തിനെ വിൽക്കാൻ വെച്ചേക്കുന്നതാണോന്ന് അറിയത്തില്ല. അതവിടെ കന്ന ചപ്പും ചവറൊക്കെ തിന്നോണ്ടിരിക്കുക. എന്തായാലും കൊള്ളാം. ഇതൊരു മാർക്കറ്റാ. ഒട്ടകം നിൽക്കുന്നുണ്ട്. ഈ ഒട്ടകത്തിനെ വേണമെങ്കിൽ നമുക്കിപ്പോ മേടിച്ച് വണ്ടിക്കകത്ത് വെച്ചോണ്ട് പോവാം. ഇപ്പൊ വേണം ഇതിനെ മേടിക്കാം. വേണോ? ഹായ് വരുന്നോ? നോക്കുന്നു. കൂട്ടിനകത്ത് ഓരോന്നിനെ ഇട്ടേക്കുവാണ്. വെള്ളമൊക്കെ അതിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് കുടിക്കാനായിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഒട്ടക മാർക്കറ്റ്, ക്യാമൽ മാർക്കറ്റ്. മൊബൈൽ നമ്പരും ഉണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ ഒട്ടകത്തെ മേടിച്ചോണ്ട് പോവാം. ടെന്റും വിൽക്കാൻ വെച്ചേക്കാൻ തോന്നുന്നു. ഇതോടെ കൊണ്ടുവച്ചാ മതിയോ? തീർന്നു, ആടിനൊക്കെ തീർന്നു. നമ്മൾ അൽഖർജാണ് നമ്മൾ ലക്ഷ്യമാക്കി പോകുന്നത്. അപ്പൊ നമ്മളത് റിയാദിന്റെ ബോർഡ് നമുക്ക് ഇവിടെ വീണ്ടും കാണാൻ പറ്റിയിരിക്കുകയാണ്. 455 കിലോമീറ്റർ ആണ് റിയാദ് കാണിച്ചേക്കുന്നത്. 455 കിലോമീറ്ററോളം ഉണ്ട്. ഇവിടെ ഒത്തിരി ഒട്ടകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതിന്റെ അടുത്ത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടോ കുടിക്കാനായിട്ട്. ഇനത്തിൽപ്പെട്ട ഒട്ടകങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഇന്നലെ വന്നപ്പോ കഴിഞ്ഞ ദിവസം വന്നപ്പോ തന്നെ ഈ റൂട്ടിൽ നമുക്ക് ഒട്ടകങ്ങളാണ് മെയിൻ ആയിട്ട് കാണും. ആ ഒട്ടകങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വിൽക്കാനുള്ള ഒട്ടകങ്ങൾ. പിന്നെ ഇവിടെ ക്യാമൽ റേസ് ഒക്കെ ഉണ്ട്. ക്യാമൽ റേസിന്റെ ട്രാക്ക് ഒക്കെ ഉണ്ട്. ഇവിടെ ഈ റോഡില് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റിയത് ഇന്നലെ വന്ന സെയിം വഴി തന്നെയാണ്. ഒട്ടകവും ക്യാമറയും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ വഴി വരുമ്പോ ശ്രദ്ധിക്കുക. നല്ല ക്യാമറ ഉണ്ട്. ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ അടുപ്പിച്ച് വെച്ചേക്കാണ്. ഇന്നലെയാണ് നല്ല തണുപ്പായിരുന്നു. വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് നല്ല ചൂടുണ്ട്. ഇവിടുത്തെ ഈ മണ്ണിന്റെ കളർ കണ്ടോ, ഒരു വെള്ള കളർ, ഒരു വെള്ളയല്ല ക്രീം കളർ. ആ സെയിം കളറായിരുന്നു നമ്മൾ ഇന്നലെ ആ ബീച്ചിൽ കണ്ടത് അല്ലേ. നല്ല മണ്ണാണ് അല്ലേ, ഭയങ്കര വൃത്തിയായിട്ടുള്ള ബീച്ച്. ആൾക്കാരൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടായിരുന്നു ആ ബീച്ചിൽ. കുറെ ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ടെന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര ബീച്ചിന്റെ ഫ്രണ്ട് ഇരുന്ന് ഭയങ്കര അടിപൊളിയാണ്. കുറെ ആൾക്കാർ ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് ശരിയാ, വിജനമായിട്ടുള്ള റോഡ് അല്ലെ. വീടുകളോ പെട്രോൾ പമ്പോ ഒന്നും. എത്ര ബോർഡർ കടന്നു? ഒന്ന് ദുബായ് ബത്ത ബോർഡർ, അതായത് സൗദി അറേബ്യ UAE ബോർഡർ. പിന്നെ റൂബൽ ഖാലി ബോർഡർ, അതായത് സൗദി അറേബ്യ ഒമാൻ ബോർഡർ. സൽവ പോർട്ട് എന്ന് പറയുന്നത് ഖത്തറും സൗദി അറേബ്യയും. പിന്നെ നമ്മുടെ കിങ് ഫഹദ് കോസ്വേ, ബഹ്റൈനും കഫ്ജി സൗദി അറേബ്യയും കുവൈറ്റും, അഖിൽ സൗദി അറേബ്യയും ജോർദാനും. പിന്നെ യമനായിട്ടൊരു പോർട്ട് ഉണ്ട്. നമ്മൾ ഇവിടെ പോയില്ലേ,
സൗദി അറേബ്യ യമന്റെയും ബോർഡറിൽ നമ്മൾ പോയിട്ടുണ്ട്. അതിച്ചിരി പോയ ബോർഡർ നമുക്ക് അന്നേരം അവിടെ മൊത്തം ഇതൊക്കെ നമ്മൾ പോയി. യമൻ, സൗദി അറേബ്യ യമൻ ബോർഡറിൽ വരെ ഞങ്ങൾ പോയതാണ്. അതും ഈ വണ്ടിയും കൊണ്ട്. ഈ വണ്ടി കുറെ ബോർഡർ കടന്നിട്ടുണ്ട് അല്ലേ? ജോർജിയ റഷ്യ ബോർഡറിന്റെ അടുത്ത് അവിടെ നമ്മൾ പോയതാ. ശരി, അത് നമ്മള് ഫ്ലൈറ്റ് കൊണ്ട്, കാരണം നമ്മള് കാറ് കൊണ്ടും ഈ വണ്ടി കൊണ്ടും പോയതുമാണ് നമ്മളിപ്പോ പറഞ്ഞത്. 7 ബോർഡർ ഇപ്പൊ തന്നെ എത്രയായി? 7 ബോർഡർ. ഭയങ്കര അത് നമ്മൾ ഇപ്പൊ ചിന്തിക്കുന്നതിനെ കുറിച്ച്. നമ്മൾ ഒത്തിരി ബോർഡറുകൾ ക്രോസ് ചെയ്തിട്ടുണ്ട് അല്ലേ? കെട്ടിട്ട് അത് വീഴും. ഇതെന്താ ഞങ്ങളുടെ വഴി തടഞ്ഞു കൈ പാവണ്ട, അതിന് കാല് കെട്ടിയിട്ടേക്കുന്നുണ്ടോ? ദൂരെ ഓടിപ്പോയിരിക്കാന്, പാവം. റോഡ് ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്തേക്കാം. അവിടെ നിന്ന് പുല്ലൊക്കെ തിന്നോണ്ട് ഉണ്ട്. വെയിറ്റിന്റെ വണ്ടികളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ കാണാൻ പറ്റും അല്ലേ? വണ്ടി ചെല്ലുമ്പോ അവര് പേപ്പർ തരും. ആ പേപ്പറിൽ ഒരു സീൽ വെച്ച് തരും. അടുത്ത നമ്മള് പാസ്പോർട്ട്, ജവാസാത്തിന്റെ പാസ്പോർട്ട് ഓഫീസിൽ ചെല്ലും. പാസ്പോർട്ട് ഓഫീസിൽ നമുക്ക് എൻട്രി ആണ് എൻട്രി വെച്ച് തരും, എക്സിറ്റ് ആണ് എക്സിറ്റ് അടിച്ചു തരും. എന്നിട്ട് നമ്മൾ ആ പേപ്പർ തിരിച്ചു തരും. എന്നിട്ട് നമ്മൾ നേരെ അടുത്ത് ചെല്ലുന്ന കസ്റ്റംസിലാണ്. കസ്റ്റംസിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ചെക്ക് ചെയ്യും, ഇഷ്ടമില്ല നമ്മൾ പൊക്കോളാൻ പറയും. അവരിഷ്ടമാണ്. 5 മണിക്കൂറും 54 മിനിറ്റും 524 കിലോമീറ്റർ 6:18 ആകുമ്പോഴത്തേക്കും അൽഖർജിൽ എത്തുമെന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഇപ്പോൾ സമയം 12:30 ആവുന്നു. നമ്മൾ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചത് കൊണ്ട് നമുക്ക് വലിയ വിശക്കൊന്നുമില്ല. എന്നാലും യാത്ര നന്നായിട്ടിരിക്കുന്നുണ്ട്. ഇന്നലത്തെ യാത്ര വെച്ച് ഇന്ന് നോക്കുമ്പോൾ ഇന്നലെ നല്ല അടിപൊളിയായിരുന്നു അല്ലേ? നല്ല ക്ലൈമറ്റ്, നമ്മൾ അറിഞ്ഞു പോലും ഇല്ല. നമ്മൾ ഭയങ്കര സ്മൂത്തായിട്ട് ഇങ്ങനെ വന്നു. ഇന്ന് നല്ല ചൂടുണ്ട്. ആ ചൂടുള്ളത് കൊണ്ട് ഒരു ചെറിയ തളർച്ച അല്ലേ? ഭയങ്കരമായിട്ട് ചൂട് ഉണ്ട്. ഇപ്പൊ നമ്മളെല്ലാരും പറയും ഗൾഫിൽ പോവാം. എല്ലാവരുടെ വിചാരം ഗൾഫ് എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇങ്ങനെയും കുറച്ച് ഭാഗങ്ങൾ ഇതിലുണ്ട് അല്ലേ? പണ്ട് ഇങ്ങനെ ആയിരുന്നു. അതെ, പക്ഷെ ഇതിനകത്തൊരു വ്യത്യാസം കണ്ടായിരുന്നു. നമ്മൾ ഒത്തിരി സ്ഥലത്ത് നമ്മൾ ട്രിപ്പ് വെച്ചിട്ടുണ്ട്. അവിടെയുള്ള ആ ഒരു മണ്ണ്, ആ ഒരു ഭൂപ്രകൃതി അല്ല ഇവിടെ. ഇത് മരുഭൂമി എന്ന് പറയാൻ പറ്റത്തില്ല ഇതിന്. ഇതൊരു പുൽമേട് പോലെ കിടക്കുന്നത്. റിയാദ് 425 കിലോമീറ്റർ ഉണ്ട്. അത് കാണിച്ചിട്ടുണ്ട്. ഓരോ സൈഡിൽ നമുക്ക് ഇങ്ങനെ ബോർഡുകൾ കാണാൻ പറ്റും. കണ്ടോ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അതിനകത്ത് കാണിച്ചിട്ടുണ്ടാവും. നല്ല ചൂടുണ്ട് വെളിയിൽ. ഇത് അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ്. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഫുഡ് കഴിക്കാനും ഒക്കെ നിങ്ങൾ ഇവിടെ എടുക്കുക. ഒന്നുമില്ല, അത് ഇനി പിന്നെ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അവിടെ അത്ര നല്ലതല്ല. നിങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നല്ലൊരു റെസ്റ്റോറന്റും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് വരിക. ഇവിടെ വന്ന് നല്ല രീതിയിൽ പെട്രോൾ അടിക്കുക, ഫുഡ് മേടിക്കുക. ഇനിയിപ്പോ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഫുഡൊന്നും ഇല്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ ഒരു ഖറേത്ത് അൽ ഒലയ എന്ന ഒരു സ്ഥലത്ത് നമ്മൾ വന്നേക്കാണ്. നമുക്കത് ഇത് കാണാൻ പറ്റും. ഇവിടുത്തെ ഇവരുടെ ഒരു തീം ഇതാണ്. എന്തായാലും കൊള്ളാം കേട്ടോ. എത്ര നേരം നമ്മൾ കണ്ടതിനകത്ത് കുറച്ച് ശരിയെങ്കിലും ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നമ്മൾ കപ്സ കഴിക്കാനായിട്ടാണ് പോയത്, പക്ഷെ നമുക്ക് കപ്സ കിട്ടിയില്ല. നമ്മൾ പിന്നെ റൊട്ടി സബ്ജി ഒക്കെയാണ് മേടിച്ചത്. ഇവര് ബിരിയാണിയാണ് മേടിച്ചത്. ഞാൻ റൊട്ടിയാണ് കഴിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഫുഡ് മേടിച്ചിട്ടാണ് ഇപ്പൊ പോകുന്നത്. പിള്ളേർക്കില്ലേ വിശന്ന് എന്ത് ചെയ്യും, അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചിട്ട് നേരെ പോവാണ്. ഇപ്പൊ സമയം 2 മണിയാവുന്നത്. നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ പോവാണ്. അപ്പം നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന സമയം എന്ന് പറയുന്നത് കുറച്ച് കൂടി 4 മണിക്കൂർ. ഇനി നമുക്കൊരു 5 മണിക്കൂർ യാത്രയുണ്ട്. 452 കിലോമീറ്ററും 7 മണിയൊക്കെ ആകുമ്പം അൽഖർജിൽ എത്തുമെന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. അടുത്ത ഒരു സിറ്റിയിലോട്ട് നമ്മൾ കയറുകയാണ്. അങ്ങനെ ഒരു സ്ഥലം വരുന്നുണ്ട്. അതെ, റഫിയ എന്ന് പറഞ്ഞൊരു സ്ഥലം. അതെ, നോക്കി ഈ ഒരു സ്ഥലത്തിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഫുള്ള് മരങ്ങളും അതേപോലെ തന്നെ കുറേ പുല്ലുകളും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല രീതിയിൽ രാവിലെ ആണെങ്കിലും ഹോട്ടലിൽ നിന്ന് നല്ല ഫുഡ് കഴിച്ചു, ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് കഴിച്ചു, വൈകിട്ടത്തേക്കുള്ളതും നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പോവുകയാണ്. അതെ, നിങ്ങൾ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റൂട്ട് എടുത്ത് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കും. ഒത്തിരി കടകളുണ്ട്. പോകുന്ന വഴിക്ക് ഒന്നും ഉണ്ട്, വേറെ നല്ല കടകൾ കാണുമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. നല്ല കടകൾ കാണുവാണെങ്കിൽ അപ്പം ഇനിയൊന്നും ഇല്ല. അപ്പം നമ്മൾ എന്ത് കാണുന്നോ അപ്പം തന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് പോവുക. ഇതിലും നല്ല കടകൾ വരുമെന്നും പറഞ്ഞിരിക്കരുത്. അതാണ് പറഞ്ഞല്ലേ, പെട്രോൾ പമ്പാണേലും ആദ്യം കാണുന്ന പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുക, ഇനി നല്ല പെട്രോൾ പമ്പ് വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കരുത്. എവിടെ നമുക്ക് ക്യാമറ ഉണ്ട്. അങ്ങനെ ഈ യാത്രയിൽ നമുക്ക് ഉടനീളം കാണാൻ പറ്റും ഈ ക്യാമറയും ഒട്ടകവും പിന്നെ ഈ കാണുന്ന പുൽമേടുമാണ്, പുൽകൃഷി. അങ്ങനെ എന്തായാലും നല്ല
വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്ര. വീണ്ടും മരുഭൂമിയിലേക്ക്, പുൽമേട് നിറഞ്ഞ മരുഭൂമിയിലേക്ക്. നിങ്ങൾ സൗദി അറേബ്യ അത് പറയൂ. ഞങ്ങൾ ന്യൂസിലാൻഡിൽ ഏത് സ്ഥലത്തൂടെ പോകും? നമ്മളിപ്പോ ന്യൂസിലാൻഡിലൂടെയാണോ പോകുന്നതെന്ന് ഞങ്ങൾക്കൊരു സംശയം ഇല്ലാതെ ഇല്ല. ആടുകൾക്ക് പകരം ഒട്ടകങ്ങളാണ് ഇവിടെ. എങ്ങോട്ട് തിരിഞ്ഞാലും ഒട്ടകങ്ങൾ മാത്രം. പിന്നെ ക്യാമറകൾ. വിശ്വസിക്കാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തല്ലേ എന്തോരം ആടുകൾ, കറുത്ത കളർ കേട്ടോ. കാലിനൊക്കെ പ്രത്യേക രോമങ്ങളൊക്കെ അതെ. ഒത്തിരി ഒട്ടകങ്ങളുണ്ട്, കറുത്ത ഒട്ടകങ്ങളാണ്. റോഡിലോട്ട് വരുമെന്നറിയില്ല, പക്ഷെ ഇവിടം വരെ വരുന്നുണ്ട്. കുഞ്ഞിനെ കണ്ടോ? അതെ, കുഞ്ഞെണ്ണമുണ്ട്. ഇതുണ്ട് ഇവിടെ നമുക്ക് പുല്ല് കൃഷി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഫുള്ള് പുല്ലാണ്. ആ ഒരു സംഭവം ഒഴിച്ചിട്ടാണ് എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. പുല്ലുണ്ടോ അവിടെ നിൽക്കുന്നുണ്ട് പുല്ല്. ഈ പുല്ലിലൂടെ വെട്ടിക്കൊണ്ട് പോകുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഭയങ്കര ഒരു കൃഷിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ മലയുടെ മുകളിൽ മാൻ ഒറിജിനൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അടിപൊളി റോഡ്, അങ്ങനെ നല്ല കാഴ്ചകളും ഒക്കെ കണ്ട് പോകാൻ പറ്റും. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, ഇപ്പം ഈ GCC കൺട്രിയിൽ എങ്ങോട്ട് ബോർഡർ ക്രോസ് ചെയ്ത് പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഇപ്പം ദുബായി പോകുന്നതാണേലും, ഒമാനിൽ പോകുന്നതാണേലും, ബഹറിൽ പോകുന്നതാണേലും, അതേപോലെ ഖത്തറിൽ പോകുന്നതാണേലും എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. അതുപോലെ തന്നെ എന്തെങ്കിലും ഏജൻസിയുടെയൊക്കെ നമ്പർ വേണമെങ്കിൽ അതും ഞങ്ങളോട് ചോദിക്കാം. നമ്മളെ കൊണ്ട് ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷയില്ല. അതെ, നമ്മളൊരു ചെറിയൊരു യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മളങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയതാണേലും നമ്മളിപ്പോൾ GCC കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് ഭയങ്കര ഒരു സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അറിയില്ല മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമായിട്ടാണ് നമുക്ക്. ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. സൗദി വരുന്നതിന് മുമ്പ് ഞങ്ങൾ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരൊക്കെ പോകുമായിരുന്നു, കാർ കൊണ്ട് പോകുമായിരുന്നു. അതാണ് നമ്മുടെ ലൈഫിലെ വലിയൊരു യാത്രയായിട്ട് നമ്മൾ കണ്ടുവച്ചിരുന്നത്. ബാംഗ്ലൂര് ഞങ്ങൾ കാർ കൊണ്ട് പോയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വലിയൊരു യാത്രയായിട്ട് ഞങ്ങൾ കണ്ടിരുന്നത്. അത് കഴിഞ്ഞ് സൗദി വന്നിട്ടാണ് ഞങ്ങൾ അത് ശരിക്കും ഞങ്ങളുടെ ആ ഒരു ടാലന്റ് ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ രതീശ്വരനാണെങ്കിൽ ഇത്ര നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് സൗദി വന്നതിന് ശേഷമാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് രീതി അല്ലല്ലോ. ഇപ്പോൾ ഒരു ഗൾഫിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ദുബായിലൊക്കെ പോയ സമയത്ത് റോഡിൽ ഡ്രൈവിങ് ഭയങ്കര ശ്രദ്ധിക്കണം. അത് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അതുവഴി വണ്ടി ഓടിക്കാൻ പേടിയാണ്. ഞങ്ങൾ പരിചയമുള്ള ഒത്തിരി ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വണ്ടി എടുത്തിട്ട് പോവുകയാണെങ്കിൽ സൂക്ഷിക്കണം, അവിടെ ഭയങ്കര ഫൈൻ അടിക്കും, ഭയങ്കര സ്പീഡ് കുറഞ്ഞാലും പ്രശ്നമാണ്, സ്പീഡ് കൂടിയാലും പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ വണ്ടി എടുത്തിട്ട് പോകുന്നത് സൂക്ഷിക്കണം, അത് ഭയങ്കര റിസ്ക് ആണെന്നൊക്കെ ഒത്തിരി ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓടിക്കാം. നമ്മുടെ കോൺഫിഡൻസ് ഒരിക്കലും കളഞ്ഞില്ല. നമ്മൾ നല്ല ധൈര്യത്തോടെ ആ ഒരു കറക്റ്റ് എല്ലാം നോക്കി വണ്ടി ഓടിച്ചങ്ങ് പോയി. അതേപോലെ ഒമാനിൽ പോകുന്നിടത്ത് ഒത്തിരി ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. ഒമാനിൽ പോകാൻ നേരത്ത് ഒത്തിരി ആൾക്കാർ നമ്മളോട് പറഞ്ഞായിരുന്നു ഒമാനിൽ പോകരുത്, അത് ഭയങ്കര പാടാണ്. പക്ഷെ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പോകണം, നമുക്ക് ആ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ 20 മണിക്കൂർ നീണ്ട ഒരു യാത്രയായിരുന്നു. തോന്നുന്നു നമ്മുടെ ലൈഫിൽ തന്നെ 20 മണിക്കൂർ നീണ്ട ഒരു യാത്ര അല്ലേ. ജോർദാനിൽ പോയ സമയത്തും എടുത്തായിരുന്നു. പക്ഷെ അത് ജോർദാനിലല്ല എത്തിയത്, അത് നമ്മൾ എത്തിയത് തബൂക്കിലാണ് എത്തുക. അതായത് സൗദി അറേബ്യയിലെ മെയിൻ ഒരു സ്ഥലമാണ് തബൂക്ക്. അപ്പൊ നമ്മളാണെങ്കിൽ അൽഖർജിന്ന് തബൂക്ക് വരെ ഒറ്റ ഓടിയിലായിരുന്നു അല്ലേ. അത് ഏകദേശം അത് എത്ര മണിക്കൂർ
അടുത്ത് 20 മണിക്കൂർ എടുത്തു. 20 മണിക്കൂർ എങ്ങാണ്ട് അതും എടുത്തു. 10 മണിക്ക് പോയിട്ട് 3:30 അല്ല ശരിക്കും ഞങ്ങൾ അങ്ങനെ ഓടിച്ചു പോയത് കൊണ്ടാണ് ജോർദാൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത്. അതെന്താന്ന് സംഭവിച്ചതെന്ന് വെച്ചാല് ഞങ്ങൾ അൽഖർജി നേരെ തബൂക്ക് വരെ, അൽഖർജിന്ന് നേരെ തബൂക്ക് വരെ വണ്ടി ഓടിച്ചങ്ങ് പോയല്ലോ. അപ്പൊ ശരിക്കും ഞങ്ങൾ അങ്ങ് ടയേർഡായി പോയി. ആ ഒരു ഇത് കാരണം മാത്രമാണ് ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങളുടെ വണ്ടി കൊണ്ട് തന്നെ ഞങ്ങള് ജോർദാൻ ബോർഡറിൽ പോയനായിരുന്നു. അല്ലെ, ആ ഡ്രൈവർ നമ്മളോട് പോണ്ട, അയ്യോ നിങ്ങൾക്ക് അതൊന്നും പറ്റില്ല. ഡ്രൈവർ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഇത് തന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ശരിക്കും ജോർദാനിൽ കയറാൻ പറ്റുന്നത്. എല്ലാവരും ഞങ്ങൾ ഈ വണ്ടി കൊണ്ട് ഞങ്ങൾ ജോർദാനിലും കയറേണ്ടതാണ്. ആ പുള്ളി ഞങ്ങളെ ആ സമയത്ത് അത് പറ്റില്ല, നിങ്ങൾക്ക് പറ്റില്ല, അയ്യോ അതൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഞങ്ങൾ അതിനെ കുറിച്ച് അന്വേഷിച്ചുമില്ല. അല്ലാതെ ഞങ്ങളത് തീർച്ചയായിട്ടും ജോർദാനിൽ ഈ വണ്ടി കൊണ്ട് പോയത്. കാരണം ഇത്രയും രാജ്യങ്ങൾ നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജോർദാനിലും പോകാൻ പറ്റിയതായിരുന്നു. പക്ഷെ പുള്ളി ആ സമയത്ത് പോകണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ പോയില്ല. അത് ഞങ്ങൾക്ക് ശരിക്കും ഒരു മിസ്സായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലേ? പിന്നെ നമ്മള് ജിദ്ദയിൽ പോയത് അത് 15 മണിക്കൂർ. പിന്നെ ജിദ്ദയിൽ പോയത് ഭയങ്കര, സൗദി അറേബ്യയില് ഭയങ്കര യാത്രകൾ നടത്തി. സൗദി അറേബ്യ എന്ന് പറയുന്നത് ഒരു വലിയൊരു രാജ്യമാണ്. സൗദി അറേബ്യ എന്ന് പറയുന്നത് തന്നെ 13 പ്രൊവിനൻസുകൾ ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ ഇത്രയും സ്ഥലമൊന്നും കവർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഇപ്പം 1400 കിലോമീറ്റർ ഉണ്ട് അൽഖർജിന്ന് ജിദ്ദ വരെ. അതേപോലെ തന്നെ അൽഖർജിന്ന് തബൂക്ക് വരെ 1600 കിലോമീറ്റർ, 1600-1700 കിലോമീറ്റർ ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു മറ്റൊരു രാജ്യത്ത് പോകുന്ന ദൂരമുണ്ട്. ഈ സൗദിയുടെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു രാജ്യത്ത് പോകുന്ന ദൂരമാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് ശരിക്കും ഇങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പ്രചോദനമായത്. ഞങ്ങൾക്കൊരു എന്താ പറയാ, ഞങ്ങൾക്ക് പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നാൻ കാര്യം സൗദി അറേബ്യ തന്നെയാണ്. സൗദി അറേബ്യയാണ് നമ്മളെ ശരിക്കും ഇത്രയും വലിയ ഡ്രൈവിങ്, അല്ലേ, ട്രിപ്പുകളും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ വീഡിയോ ഇപ്പോഴും കാണാത്തവരൊക്കെ ഉണ്ട്, നമുക്കറിയാം. അപ്പൊ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഒക്കെ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് എന്തെങ്കിലും പറയണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാതെ പോകരുത്. എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് പറയാം. എന്തായാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. അതേപോലെ തന്നെ എന്താണ്, ഇടയ്ക്ക് നമ്മൾ ചില സമയത്ത് വീഡിയോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാലോ, റെഗുലറായിട്ട് വീഡിയോ ഇടാനൊക്കെ എനിക്ക് പറ്റുമായിരുന്നു. പക്ഷെ അതുപോലെ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പം നമുക്ക് റെഗുലറായിട്ട് ചില സമയത്തൊക്കെ വീഡിയോ ഇടാൻ പറ്റില്ല. എന്നാലും ഞാൻ ഒരു ട്രാവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ആ ഒരു ട്രാവൽ സീരീസ് തീരുന്ന മുന്നേ റെഗുലറായിട്ട് ഞാൻ വീഡിയോ ഇടാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റാതിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ, വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ, എല്ലാം ഞാൻ തന്നെ. അത് ഭയങ്കര പാടാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അത് വീഡിയോ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നവർക്കും വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഞാൻ തന്നെ വോയിസ് ഓവർ ചെയ്ത്, ഞാൻ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത്, ഞാൻ തന്നെ വീഡിയോ എടുത്ത്, ഞാൻ തന്നെ എല്ലാം അതിനകത്ത് ചെയ്യുന്നത്. അപ്പൊ എനിക്കങ്ങനെ ഒരു ഹെൽപ്പ് ഒന്നുമില്ല. ഞാൻ എൻ്റെ രീതിയിൽ തന്നെ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ എൻ്റെ അത് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിനകത്ത് കുറച്ച് എന്നാലും ഞാൻ മാക്സിമം ചെയ്യാറുണ്ട്. അപ്പൊ അത്രയും നമ്മൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് വീഡിയോ ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ഭയങ്കര സുഖമല്ലേ, എളുപ്പമല്ലേ. അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുണ്ട്. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. സാധാരണ ചിലത് കാണുന്ന ആൾക്കാർക്ക് തോന്നും അത് ഭയങ്കര സുഖമുള്ള പരിപാടി, ചുമ്മാ ഫോണും പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോരെ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞത്. അത് ശരിക്കും പാടുള്ള പണിയാണ്. നമ്മൾ ഈ കാണുന്ന പോലെയൊന്നുമല്ല. നമ്മൾ ഈ കാണുന്ന, നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കിയേ, നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, നമ്മളെല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നു. അതൊരു അരമണിക്കൂർ അല്ലെ ഒരു 20 മിനിറ്റ് ഒരു വീഡിയോ ആക്കി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അതിന് കറക്റ്റ് രീതിയിലുള്ള ഇൻഫർമേഷനും കൊടുത്താണ് നമ്മൾ വീഡിയോസ് ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ പിന്നിൽ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ചുമ്മാതെ ഒരു വീഡിയോ ഇടുന്നതല്ല, പുറമേന്ന് നോക്കുന്ന ഒന്നുമല്ല. ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് അത് നല്ല പാടുണ്ട്, നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പൊ ആ വീഡിയോസൊക്കെ മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നമുക്ക് അത്രേ ഉള്ളൂ പറയാം. നമുക്ക് സന്തോഷം, നമ്മളൊരു സന്തോഷത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ് നമ്മൾ യാത്ര ചെയ്ത വീഡിയോസുകളൊക്കെ. ഒരു ഇത് എന്നാലും എനിക്കൊരു ആഗ്രഹം, എനിക്കൊരു ഇഷ്ടമാണ്. ആ ഇഷ്ടപ്പുറത്ത് ചെയ്യുന്നതാണ്. എനിക്ക് പണ്ടൊക്കെ വീഡിയോസ് ഒക്കെ ഇടുമ്പം എല്ലാരും ചോദിക്കും ഇത് എത്ര നാളിടും, പക്ഷെ ഇതൊരു ഇഷ്ടം. ആ ഒരു ഇത്ര കഷ്ടപ്പെട്ടൊക്കെ എന്തിനാണ് ചെയ്യുന്നത്, അതൊരു പാഷനാണ്. നമുക്ക് അതിനോടുള്ള അമിതമായിട്ടുള്ള ഒരു ഇഷ്ടമാണ്.
അപ്പൊ അത് നമ്മള് അതിനകത്തൊന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ ഒരു സന്തോഷം, എനിക്കത് ചെയ്യുമ്പോൾ മനസ്സിന് വലിയ സന്തോഷം. എൻ്റെ ഒരു പാഷനായിട്ടാണ് ഞാനത് കാണുന്നത്. എൻ്റെ പ്രൊഫഷനേ അല്ല ഇത്. പക്ഷെ എനിക്കിങ്ങനെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടപ്പുറത്ത് ചെയ്യുന്നതാണ്. ഇതിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്, ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മളൊന്നൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്, ഇൻഫർമേഷനും കൂടെ. അപ്പം നമ്മളൊരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം അതിനകത്ത് ഇൻഫർമേഷൻസ് തരാറുണ്ട്. ഒരു ഹിസ്റ്ററി ആണെങ്കിലും അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുന്നത്, അല്ലാതെ ചുമ്മാ ഇരുന്ന് പറയുന്നതല്ല. നല്ലപോലെ ആ സ്ഥലത്തെക്കുറിച്ച് പഠിച്ച് നല്ല രീതിയിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നേടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പം അതിനൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ചുമ്മാതെ നമ്മൾ ചെയ്യുന്നതല്ല ഇതൊന്നും. അപ്പം ആ ഒരു രീതിയിൽ കാണുക ഇതിനെക്കുറിച്ച്. അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ വീഡിയോസിലൊക്കെ എന്തെങ്കിലും ഇത്ര ഇത് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാവുന്നതാണ്. അപ്പം നമ്മൾ ഇനിയും വരുന്ന വീഡിയോയിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും, അല്ലേ? ഒത്തിരി ഹെൽപ്പാകും. അപ്പം ഒത്തിരി ആൾക്കാർക്ക് ഇപ്പം തോന്നും നിങ്ങൾ ഇന്ന ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ വീഡിയോ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ, കുറച്ചുകൂടെയൊക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ കുറച്ചുകൂടെ ബെറ്റർ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിൽ പറയണം കേട്ടോ. അപ്പം നമുക്ക് അതനുസരിച്ച് വീഡിയോസിൽ മാറ്റം വരുത്താൻ പറ്റും. അങ്ങനെ പിന്നെ എനിക്ക് മെയിനായിട്ട് ട്രാവലാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ട്രാവൽ വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ചില സമയത്തൊക്കെ ഞങ്ങളുടെ വീട്ടിലെ വിഷു, പിന്നെന്താണ് ഓണം ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. റംസാന്റെ ടൈമിൽ, നോയമ്പിന്റെ സമയത്തും അതുപോലെ തന്നെ ഇഫ്താറിന്റെ വീഡിയോസ് ഒക്കെ ചില സമയത്തൊക്കെ ചെയ്യാറുണ്ട്. മെയിനായിട്ട് ട്രാവൽ വീഡിയോസ് ആണ് എനിക്ക് താല്പര്യം, കാരണം നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ടാണ് ട്രാവൽ വീഡിയോസ് ചെയ്യുന്നത്. ഭാവിയിൽ ചിലപ്പം കുക്കിംഗ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ വ്ളോഗുകളൊക്കെ ഇടാം. പക്ഷെ ട്രാവൽ ചെയ്യുന്നതാണ്. പിന്നെ നമ്മളൊരു വീഡിയോ ഇടുമ്പം ആർക്കെങ്കിലൊക്കെ ഉപകാരം ആവണമെന്നുള്ളൊരു ചിന്തയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെ വന്ന് പറയുന്നത്. അല്ല ചുമ്മാ അങ്ങ് ഇടാനായിട്ടുള്ള ഒരിത് എനിക്ക് ആ രീതിയിൽ ചെയ്യാൻ അറിയാം. എനിക്ക് അല്ലാതെ ഇങ്ങനെ നോക്കി ഇങ്ങനെ സംസാരിച്ച് വീഡിയോ ചെയ്യാനും അറിയാം, അല്ലാതെ പുറകിൽ നിന്ന് വോയിസ് കൊടുക്കാനും അറിയാം. അപ്പൊ ഏത് രീതിയിൽ വേണേലും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മളൊരു വീഡിയോ കാണുമ്പം ആ ആൾക്കാർക്ക് പ്രയോജനം എന്തെങ്കിലും ആവണമല്ലോ, അല്ലേ? നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ആർക്കെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുക്കണം. ജോർജിയ പോയ സമയത്ത് ആരും അങ്ങനെ പോകുന്നില്ല. നമ്മുടെ വീഡിയോ വന്നതിന് ശേഷം ജോർജിയ ഭയങ്കര ഓഫർ, ജോർജിയ ട്രിപ്പ് അത്ര സൗദിയിൽ ഒത്തിരി ആളുകൾ ജോർജിയ. നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് നമ്മളോട് ഒത്തിരി പേര് വന്നിട്ട് പോയി. അതുപോലെ നമ്മളൊരു അബഹ വീഡിയോ ചെയ്തായിരുന്നു. നമ്മുടെ അബഹ വീഡിയോ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത സൗദികള് അവരൊരു ഗ്രൂപ്പായിട്ട് പോയിട്ട് എൻജോയ് ചെയ്തിട്ട് വന്നു. അതൊക്കെ നമുക്കൊരു സന്തോഷം വരുന്ന കാര്യം തന്നെ. നമ്മളെ ആ ഒരു ക്രിയേറ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കുറെ പേര് പോയിട്ട് അവരത് വന്നിട്ട് താങ്ക്സ് പറയുമ്പോ ഒരു നമുക്കൊരു ഒത്തിരി ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇന്ന സ്ഥലങ്ങളൊക്കെ പോയി എന്നൊക്കെ പറയുമ്പോൾ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഏജൻസിയുടെ പേരൊക്കെ പറയാമോ, വിസ എടുത്ത എങ്ങനെയാന്നൊക്കെ ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട്. ഒത്തിരി സന്തോഷം, നമുക്ക് ഒത്തിരി സന്തോഷം നിങ്ങൾ അങ്ങനെ ചോദിക്കും. നിങ്ങൾ നമ്മളെ അടുത്ത് അങ്ങനെ ചോദിക്കുന്നത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. മാക്സിമം നിങ്ങളൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അല്ലെ? നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. നമ്മളോട് എന്ത് പറയാൻ പറ്റും? നമ്മളോട് ആ കറക്റ്റ് എങ്ങനെയാണ് ആ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതും പറയാം, അല്ലേ? ഇനിയിപ്പോ സൗദിയിലേക്ക് യാത്രകളൊക്കെ ചെയ്യണം, നല്ല നല്ല വീഡിയോസുകളൊക്കെ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം, അല്ലേ? നല്ല നല്ല ട്രാവൽ വീഡിയോസ് നമുക്ക് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്തായാലും ഞങ്ങളുടെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നത്. ഞാൻ വീഡിയോസ് ചെയ്യുന്നത് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് പെട്രോൾ അടിച്ചതും കോഫിയൊക്കെ മേടിച്ചതൊക്കെ ഇവിടെ നിന്നാണ്. ഭയങ്കര വൃത്തിയൊന്നും ഇല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനത്തെ അത്യാവശ്യം. അപ്പം പിന്നെ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോകാവുന്ന ഒരു ടോയ്ലറ്റൊക്കെയാണ് അവിടുത്തേത്. ഫുഡൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഫുഡ് ആകെ ഒരു ബർഗറും ജ്യൂസും ഒക്കെ ഐറ്റംസ് ഒക്കെ ഉള്ളു. പിന്നെ ഇതാണ്ട് ദൂരെ നമ്മൾ യാത്ര ചെയ്ത് മടുത്തിരിക്കുമ്പോൾ കുട്ടികൾക്ക് കളിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എവിടെ കയറി ഒരു പാർക്കുണ്ട്. ഈ നട്ടുച്ച ആയതുകൊണ്ട് നമ്മൾ കേറുന്നില്ല ഗൈസ്. നമ്മൾ പണ്ട് അഭയം ഇങ്ങനെ വന്ന സമയത്ത് ഞങ്ങളൊരു പാർക്ക് കണ്ടായിരുന്നു, അവിടെ ഞങ്ങൾ കയറി. പക്ഷെ ആ പാർക്കിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പാർക്കിന് നല്ല തിരക്കുണ്ട്, അവിടെ കുറെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഈ സ്ഥലത്തിന്റെ പേര് റഫിയ എന്നാണ്. അപ്പം റഫിയ പാർക്കാണ് കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല പാർക്കാണ്. പിന്നെ ഈ സൈഡ് മൊത്തം കുറെ പുല്ലും അതിന്റെ ബാക്കിൽ മൊത്തം മലകളുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മരുഭൂമി അതിന്റെ അപ്പുറത്തുണ്ടോ? മലയുണ്ട്, ഉണ്ടോ? ഇങ്ങനെ മലയാണ് കാണുന്നത്. നമ്മൾ വീണ്ടും മരുഭൂമിയിലേക്ക്
വെക്കുന്നത്. അവിടെ അൽ റഫിയുടെ ബോർഡ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കട്ടെ, അത് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. അങ്ങനെ നമ്മൾ റഫിയോട് ഗുഡ് ബൈ പറഞ്ഞേക്കാണ്. 4 മണിക്കൂറും 3 മിനിറ്റും 361 കിലോമീറ്റർ 7:04 എത്തും. 7:04 നമ്മൾ ഇവിടെ ക്യാമറ ഇരിപ്പുണ്ട്. ഇവിടെ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് ക്യാമറയിൽ നിന്ന് അല്ലേ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതുപോലാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം പറഞ്ഞോണ്ടിരിക്കും. കാരണം സൗദി അറേബ്യയിലെ നോർമൽ ഹൈവേ സ്പീഡ് ലിമിറ്റ് 120. അപ്പൊ എല്ലാരും ആ ഒരു കൺസെപ്റ്റിൽ ഇവിടെ ഇവിടെ 100 കഴിച്ചിട്ടുണ്ട്. പിന്നെ ഉറപ്പായിട്ടും അടിക്കും. നമുക്കും അങ്ങനെയല്ലേ അടിച്ചേ, നമുക്കൊന്നും അടിച്ചാൽ ഇങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമ്മളാദ്യം കരുതി 120 പക്ഷെ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 100 100. പിന്നെ കുറച്ച് 110 ഉണ്ട്. നമ്മള് 100-ലാവാം. 100. അടിപൊളി ഒരു ഡെസേർട്ട്, ഒരു മരുഭൂമി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ആ വണ്ടി നിർത്തി. ഇത് കണ്ടോ, ഗായ്സ്, ഞങ്ങളിതാ മരുഭൂമിക്കകത്ത് കയറിയിരിക്കുകയാണ്. ക്യാമറമാൻ ചുട്ട് പൊള്ളുന്നു. അടിപൊളി അടിപൊളി ഒരു മരുഭൂമിക്കകത്തിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഗായ്സ്, അപ്പൊ നമ്മളിതാ നല്ല പ്യൂർ മരുഭൂമിക്കകത്തൂടെ നടക്കുകയാണ്. നല്ല രസമുണ്ട് അല്ലേ? ഭയങ്കര ചൂടാണ് അല്ലേ? എന്നാലും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഞാൻ എന്നെ ടീച്ചറിനോട് പറയാം എനിക്ക് ഈ മരുഭൂമിക്കകത്തൂടെ നടക്കണം. പക്ഷെ അന്ന് നമ്മൾ ദുബായി പോയ സമയത്ത് ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെ സൗദി വന്നിട്ട് നമുക്ക് ഇതുവരെ സമയം കിട്ടിയില്ല. ഇത് കണ്ടോ മണ്ണ് നോക്കിക്കേ, അവിടെ ഒരു വലിയ കുഴി ഉണ്ടാക്കി വെച്ചേക്കും. ഞങ്ങൾ ഇരുന്ന സ്ഥലമൊക്കെ നോക്കുക, മൊത്തം കുഴിയൊക്കെ വെച്ചേക്കും. വീടെന്താ ജീവി നടക്കും. ചേട്ടാ ഉറുമ്പ് കടിക്കും ഇതുവഴി പോയ ഉറുമ്പ്. അങ്ങനെ നമ്മൾ മരുഭൂമിയുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. നമുക്ക് ഇനി ഒത്തിരി പോകാനുണ്ട്. എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ റോഡ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് നീണ്ടു നിവർന്ന് അങ്ങ് കിടക്കുകയാണ്. ഇതുവഴിയുള്ള റോഡുകളിൽ നമ്മൾ കഴിവതും പകല് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. രാത്രിയിലുള്ള യാത്രകൾ ഒഴിവാക്കുക. കാരണം ഒരു 100-200 കിലോമീറ്ററോളം വിജനമായ റോഡാണ്. ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റോ പെട്രോൾ പമ്പോ റെസ്റ്റോറൻറ്റോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ രാത്രിയിൽ ഇതുവഴി യാത്ര ചെയ്യേണ്ടെന്ന് പറഞ്ഞ് പകല് നമ്മൾ കഴിവതും യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ഇതുവഴിയിലൂടെയുള്ള യാത്ര മനോഹരമായിരുന്നു. ഞങ്ങൾ ഈ ട്രിപ്പ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഞങ്ങൾ ആദ്യമായിട്ടാണ് കഫ്ജി എന്നൊരു സ്ഥലം കേൾക്കുന്നത് തന്നെ. ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ മനോഹരമായ സ്ഥലം കാണാൻ പറ്റിയതും അതേപോലെ തന്നെ അവിടുത്തെ മനോഹരമായ ഒരു ബീച്ച് നമുക്ക് കാണാൻ പറ്റിയതും ഒക്കെ ഈ ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ടാണ്. എന്തായാലും ഞങ്ങൾക്ക് ആ ഒരു സ്ഥലം നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അൽഖർജ് ലക്ഷ്യമാക്കി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏതോ ഒരു സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മണിക്കൂറായി 11 മണിക്ക് നമ്മൾ ഇറങ്ങി. നമ്മൾ റുമ ക്രോസ് ചെയ്തു. റുമ കഴിഞ്ഞ ഉടനെ തന്നെ 2 ലൈനും ലൈറ്റും എല്ലാം ഉണ്ട്. പിന്നെ 120 കിലോമീറ്റർ സ്പീഡുമായിട്ടുണ്ട്. എനിക്കത് ദമാം റൂട്ടാണ്. ഇത് ദമാം റിയാദ് റോഡാണെന്ന് സംശയമുണ്ട്. അതുകൊണ്ട് റോഡെല്ലാം അടിപൊളിയായി. സ്പീഡ് ലിമിറ്റ് ചേഞ്ച് ആയി. ഇത്ര നേരം നമ്മള് സിംഗിൾ ലൈനാണ്, ലൈറ്റ് ഒന്നും ഇല്ല. മനസ്സിലായോ? ഇവിടെ അതായത് അവിടെ 450 കിലോമീറ്ററോളം അങ്ങനെയായിരുന്നു. നമ്മുടെ കുവൈറ്റ് ബോർഡർ മുതൽ വരുമ്പോ കുവൈറ്റ് ബോർഡർ വരുമ്പോ ആദ്യത്തെ മെയിൻ സിറ്റി എന്ന് പറഞ്ഞാൽ കഫ്ജി, പിന്നെ നമ്മുടെ അൽ ഒലയ, അത് അവിടുന്ന് 80 കിലോമീറ്റർ. അവിടുന്ന് കുറച്ചുകൂടെ കഴിഞ്ഞ് വരുമ്പോ റബിയ 150 കിലോമീറ്ററോളം ഈ സ്ഥലമാണ് റുമ. റുമ കഴിഞ്ഞിട്ട് നമ്മുടെ ഡബിൾ ലൈനും റിയാദ് റോഡിലേക്ക് റിയാദ് ദമ്മാം റോഡാണെന്ന് എനിക്ക് തോന്നി. ഇവിടുത്തെ റൈറ്റ് ദമ്മാമിൻ റോഡുണ്ട്.
റോഡ് മാറ്റം വന്നു, സ്പീഡ് ലിമിറ്റ് മാറ്റം വന്നു. അതെല്ലാം അടിപൊളിയാണ്. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ 2 മണിക്കൂറും 9 മിനിറ്റും 186 കിലോമീറ്ററും 7:10 ആകുമ്പോൾ നമ്മൾ താമസിക്കാൻ മെയിൻ കാരണം 1200 കിലോമീറ്റർ നമുക്ക് 100 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പറ്റത്തുള്ളൂ. മൊത്തം ക്യാമറയാണ്. ഇന്നത്തെ കിലോമീറ്റർ 110 കിലോമീറ്റർ 200 കിലോമീറ്റർ. അതും ക്യാമറ. അതായത് 100, 110, ഇപ്പൊ 120 ആയി. അങ്ങനെ നമ്മൾ റിയാദിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് റിയാദിൽ പോകാതെ തന്നെ അൽഖർജിലേക്ക് പോകാനുള്ള റൂട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ റൂട്ടൊക്കെ എടുത്ത് പോവുകയാണ്. സൗദി കുവൈറ്റ് ബോർഡറായ കഫ്ജിയിൽ നിന്നും അൽഖർജ് വരെ ഏകദേശം 700 കിലോമീറ്റർ ആണുള്ളത്. 8.5 മണിക്കൂർ യാത്രയുണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തി വരുമ്പോൾ 9.5 മണിക്കൂറോളം യാത്ര വരും. നമ്മൾ റിയാദ് റൂട്ട് എടുത്ത് വരുവാണെങ്കിൽ മെയിൻ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് റഫിയ, റൂമ, ദമാം, റിയാദ് റൂട്ടാണ് മെയിനായിട്ട് വരുന്നത്. കൂടാതെ കഫ്ജിയിൽ നിന്നും ദമാം വഴി അൽഖർജിലേക്ക് ഒരു റൂട്ടുണ്ട്. നമ്മൾ അതുവഴി വരാനാണ് ആദ്യം ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ കഫ്ജി റിയാദ് റൂട്ട് എടുക്കുകയായിരുന്നു. അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ കഫ്ജി, അൽ ഒലയ എന്ന് പറഞ്ഞൊരു സ്ഥലം, റബിയ, റൂമ, റിയാദ്, ആ ഒരു റൂട്ടാണ് നമ്മൾ എടുത്ത് വന്നത്. അങ്ങനെ നമ്മൾ അൽഖർജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു അടിപൊളി സൺസെറ്റ് വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. 36 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ സമയം 6:45. 7:15 അൽഖർജിലെത്തും. 1/2 മണിക്കൂറും കൂടെ ഉള്ളൂ. നമ്മുടെ കുവൈറ്റ് ബോർഡറിൽ നിന്നും അൽഖർജിലേക്കുള്ള നമ്മുടെ ഈ ട്രിപ്പ് ഇന്നിവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പം എന്തായാലും അടിപൊളി ഒരു ട്രിപ്പാണ്. നല്ല നല്ല യാത്രയിൽ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അതെല്ലാം കണ്ട് GCCയിലെ എല്ലാ രാജ്യങ്ങളുടെയും വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സൗദിയിൽ നിന്ന് എങ്ങനെ കാറ് കൊണ്ട് ഈ രാജ്യങ്ങളിൽ പോകാം, ബോർഡർ എങ്ങനെ ക്രോസ് ചെയ്യാം, അതെ, ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ, റൂട്ടുകൾ എങ്ങനെയുണ്ട്, അതെ, ഇതെല്ലാമാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.